തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്ന് മദ്യപൻ ചവിട്ടിത്തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് രാവിലെ വിദഗ്ധ ഡോക്ടർ സംഘം ശ്രീകുട്ടിയെ പരിശോധിക്കും. റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ശ്രീകുട്ടി ചികിത്സയിലുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ ലേറ്റസ്റ്റ് മെഡിക്കൽ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ഉമേഷ്, കഷ്ടമായി പോയി എന്തായാലും. ഇപ്പോഴും ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നലെ രാത്രിയും ഡോക്ടർമാർ ശ്രീകുട്ടിയെ പരിശോധിച്ചു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് പരിശോധിച്ചത്. അപ്പോഴും മാറ്റമില്ല, ആരോഗ്യാവസ്ഥയിൽ മാറ്റമില്ലാതെ തുടരുന്നു. അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഇന്ന് 10 മണിക്ക് മെഡിക്കൽ ബോർഡ് വീണ്ടും യോഗം ചേരും. യോഗം ചേർന്ന് ആരോഗ്യ വിവരങ്ങൾ അറിയിക്കും. എന്തായാലും ഈ 9 മണിയോടുകൂടി ഡോക്ടർമാർ എത്തി ശ്രീകുട്ടിയെ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്തുവിടുക. എന്തായാലും ആരോഗ്യനിലയിൽ മാറ്റമില്ല. തലയ്ക്ക് ഗുരുതരമായ ക്ഷതമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ റിക്കവറായി സാധാരണ ജീവിതത്തിലേക്ക് എത്തുക പ്രയാസമാണ് എന്നാണ് ചില ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ പ്രതിയുമായി നേരിട്ട് ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ നടപടിക്രമം. അതേസമയം പോലീസിന് മുന്നിലുള്ള ഈ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടെ യാത്ര ചെയ്ത മറ്റുള്ളവരെ, ശ്രീകുട്ടിയുടെ സുഹൃത്തായ അർച്ചനയുടെ മൊഴിയുണ്ട്, മറ്റുള്ളവരുടെ മൊഴി ഇപ്പോഴും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങൾ, ഈ റെയിൽവേ ട്രെയിനിനുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ സാധാരണ CCTV ഉണ്ടെങ്കിലും പുറത്ത് ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ CCTV കാണാൻ സാധ്യതയില്ല എന്നുള്ളൊരു അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ തുടർ കുറ്റങ്ങൾ ചുമത്തി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ തെളിവെടുപ്പ് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം പകൽ സമയത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങളടക്കമുള്ളവർ ഈ കൂടുതൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ റെയിൽവേ പോലീസിനുണ്ട്. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.